കാരണം PM ശ്രീ പദ്ധതിയുടെ ഫണ്ട് വാങ്ങിയെടുക്കുക, അതിലൂടെ SSAയിൽ മുടങ്ങിക്കിടക്കുന്ന ഫണ്ട് കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക, അത് തന്നെയായിരുന്നു സർക്കാരിന്റെ നയം. ആ നയം സർക്കാർ സ്വീകരിച്ചത് അത് വിദ്യാലയങ്ങളുടെ അടക്കം അടിസ്ഥാന സൗകര്യ വികസനത്തിനടക്കം വിനിയോഗിക്കേണ്ട ഫണ്ടാണ്, വിദ്യാർത്ഥികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കേണ്ട ഫണ്ടാണ്. അതിങ്ങനെ മുടങ്ങിക്കിടക്കുന്നത് 2.5 കൊല്ലമായി മുടങ്ങിക്കിടക്കുന്നു. അത് ഇനിയും ഈ സർക്കാർ പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ അടുത്ത സർക്കാർ, ഇതേ സർക്കാർ തന്നെ തിരിച്ചു വരികയോ അല്ലെങ്കിൽ മറ്റൊരു സർക്കാർ രൂപീകരിക്കുകയോ ചെയ്യുന്നതായിരിക്കുമല്ലോ നമ്മൾ മെയ് മാസത്തിൽ കാണുക. അപ്പോൾ അതിനു മുൻപ് ചെയ്യാനുള്ള പരമാവധി കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഫണ്ട് വാങ്ങിക്കാൻ തീരുമാനിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതിനെ നമ്മൾ പോസിറ്റീവായി കാണണം. ക്രിറ്റിസിസം നല്ലതാണ്, പക്ഷേ സർക്കാർ ചെയ്തത് മുഴുവൻ തെറ്റാണ്. പിണറായി വിജയൻ ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് പിണറായി വിജയൻ അങ്ങ് എല്ലാം കയ്യിലടക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നതിനപ്പുറം അതൊരു വിമർശനത്തിന് വേണ്ടി നമുക്ക് പറയാമെങ്കിലും ഈ വിഷയത്തിൽ പിണറായി വിജയന് ഇതുകൊണ്ട് എന്താണ് മെച്ചം? പിണറായി വിജയന്റെ മക്കളൊന്നും സ്കൂളിൽ പഠിക്കുന്നില്ല. രണ്ടുപേരും, ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടുപേരും പ്രായപൂർത്തിയായവരും ജോലി ചെയ്യുന്നവരും ഒക്കെയാണ്. ഒരാൾ എക്സാലോജിക്ക് കമ്പനി നടത്തി, ഇപ്പോൾ അത് പൂട്ടി വീട്ടിലാണ്. അതോടൊപ്പം തന്നെ മകൻ ജോലി ചെയ്യുന്നു, വിദേശത്താണ്. അപ്പോൾ അവർക്കൊന്നും എന്തായാലും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവരുടെ മക്കൾക്ക് നേരിട്ട് പ്രയോജനം കിട്ടുന്ന അങ്ങനെയൊന്നുമല്ല. അപ്പോൾ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് എടുത്തതൊന്നുമല്ല. വിദ്യാഭ്യാസ മന്ത്രിയും സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് എടുത്ത ഒരു ഫണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി എടുത്ത ഫണ്ടോ അല്ല.